ഹായ് ഡിയർ സ്റ്റുഡൻസ്, എന്റെ പേര് വിധു. ഞാൻ കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട് ഫിസിക്സ് ആണ്. പ്ലസ് 1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഫിസിക്സ് എന്ന് പറയുന്നത് നിത്യജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ നിത്യജീവിതത്തിൽ നാം കാണുന്ന ഓരോ വസ്തുക്കളെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വസ്തുക്കളെല്ലാം തന്നെ ഒന്നുകിൽ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് ആണ് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ മോഷനിലുള്ള ഒബ്ജക്റ്റ് ആണ് പറയാൻ സാധിക്കും. നമുക്ക് ചുറ്റും നാം കാണുന്ന വസ്തുക്കൾ എല്ലാം തന്നെ ഞാൻ പറഞ്ഞ ഈ രണ്ട് കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നതായിരിക്കും. ഒന്നുകിൽ ഒബ്ജക്റ്റ് മോഷനിലായിരിക്കും, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും. എന്താണ് ഈ പദങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? മോഷൻ, റെസ്റ്റ്, ഈ പദങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അല്ലെ, ഒരു വസ്തു ചലനാവസ്ഥയിലാണ് എന്നെങ്ങനെ പറയാൻ സാധിക്കും? ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണ് എന്നെങ്ങനെ പറയാൻ സാധിക്കും? നമുക്ക് നോക്കാം. ഒരു ഒബ്ജക്റ്റ് മോഷനിലാണ് എന്ന് പറയണമെങ്കിൽ, ഒരു വസ്തു ചലനാവസ്ഥയിലാണ് എന്ന് പറയണമെങ്കിൽ, ചുറ്റുപാടുകൾക്കും സമയത്തിനുമനുസരിച്ച് അത് സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തിൽ മാറ്റം സംഭവിക്കണം. ചുറ്റുപാടുകൾക്കും സമയത്തിനുമനുസരിച്ച് ഒരു വസ്തു സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തിൽ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും വസ്തു ചലനാവസ്ഥയിലാണ്, ഒബ്ജക്ട് മോഷനിലാണ് എന്ന് പറയാൻ സാധിക്കും. If an object changes its position with respect to its surroundings with the passage of time, then the object is said to be in motion. If an object changes its position with respect to its surroundings with the passage of time, then the object is said to be in motion. എന്നാൽ ചുറ്റുപാടുകൾക്കും സമയത്തിനും അനുസരിച്ച് വസ്തു സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കും, ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും. If an object does not change its position with respect to its surroundings with the passage of time, then the object is said to be at rest. അപ്പൊ എന്താണ് മോഷൻ എന്നും എന്താണ് റെസ്റ്റും എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ പറഞ്ഞത്, ചുറ്റുപാടുകൾക്കും സമയത്തിനും അനുസരിച്ച് ഒരു വസ്തു സ്ഥിതി ചെയ്യുന്ന സ്ഥാനത്തിൽ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ വസ്തു മോഷനിലായിരിക്കും. ഇനി അങ്ങനെ മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ വസ്തു റെസ്റ്റിലായിരിക്കും. ഈ രണ്ടാളുകളെ കുറിച്ചുള്ള പഠനവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോഷനെ കുറിച്ചുള്ള പഠനം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആണ് റെസ്റ്റിനെ കുറിച്ചുള്ള പഠനവും. ഞാൻ ചെറിയ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. മോഷനെ കുറിച്ച് പഠനം എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയി? ചലനത്തെ കുറിച്ച് എന്തിനു നമ്മൾ പഠിക്കുന്നു? അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു എക്സാമ്പിളിലേക്ക് ഞാൻ വരുന്നു. സേ, ഇത് ഭൂമിയാണ്, എർത്താണ്. സേ, ഇത് ചന്ദ്രനാണ്, മൂൺ. ഇത് ചന്ദ്രനാണ്, ഇത് ഭൂമിയാണ്. ഞാൻ ഭൂമിയിൽ നിന്നുകൊണ്ട് ചന്ദ്രനെ കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഭൂമിയിൽ നിന്നുകൊണ്ട് ചന്ദ്രനെ കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഭൂമിയിൽ നിന്ന് ഒരു സാറ്റലൈറ്റ്, ഒരു ഉപഗ്രഹത്തെ ചന്ദ്രന്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ഒരു ഉപഗ്രഹത്തെ ഞാൻ ചന്ദ്രന്റെ അടുത്തേക്ക് അയക്കുന്നു. ഭൂമിയിൽ നിന്നും ഉപഗ്രഹത്തെ ചന്ദ്രന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്, ഭൂമിക്ക് ഒരു ഗുരുത്വാകർഷണ വലയമുണ്ട്, ഭൂമിക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഈ വരച്ചു വെച്ചിരിക്കുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ആണെന്ന് വിചാരിക്കാം. ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനകത്ത് ഏതെങ്കിലും ഒരു വസ്തു ഇരിക്കുകയാണെങ്കിൽ ഭൂമി അതിനെ നേരെ അതിന്റെ കേന്ദ്രത്തിലേക്ക് അങ്ങ് ആകർഷിക്കും. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനകത്ത് ഏത് വസ്തു ഇരുന്നാലും ഭൂമി ആ വസ്തുക്കളെല്ലാം അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കും. ഇനി ഭൂമിയുടെ ആകർഷണ വലയം, ആ ഗ്രാവിറ്റേഷൻ, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ്. അപ്പൊ ഈ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും ഒരു വസ്തുവിന് വെളിയിൽ പോകണമെന്ന് വിചാരിക്കാം. ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്നും ഒരു വസ്തുവിന് വെളിയിൽ പോകണമെന്ന് വിചാരിക്കാം. അങ്ങനെ പോകണമെങ്കിൽ ആ വസ്തു സഞ്ചരിക്കേണ്ട ഒരു മിനിമം വെലോസിറ്റി ഉണ്ട്. നമ്മൾ വെറുതെ ഒരു കല്ലെടുത്ത് എറിയുക, അത് ഭൂമിക്ക് വെളിയിലൊന്നും പോകത്തില്ല. അങ്ങനെ ഭൂമിക്ക് വെളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു കല്ലിന് അല്ലെങ്കിൽ ഒരു ഉപഗ്രഹത്തിന്, റോക്കറ്റിന് ഭൂമിക്ക് വെളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ
അതിന് ഒരു കുറഞ്ഞ വെലോസിറ്റി ഉണ്ടായിരിക്കണം, ഒരു മിനിമം വെലോസിറ്റി ഉണ്ടായിരിക്കണം. ആ മിനിമം വെലോസിറ്റി അറിയപ്പെടുന്ന പേര് ഇങ്ങനെയാണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി, വെലോസിറ്റി വിളിക്കുന്ന പേര് അങ്ങനെയാണ്, എസ്കേപ്പ് വെലോസിറ്റി. പലായന പ്രവേഗം എന്ന് മലയാളത്തിൽ പറയും. എസ്കേപ്പ് വെലോസിറ്റി പഠനങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. അങ്ങനെ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിന് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് വെളിയിൽ പോകാൻ സാധിക്കും. അപ്പൊ അത് മോഷനെ കുറിച്ച് പഠനങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയതാണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡിനേക്കാൾ കുറഞ്ഞ വേഗതയാണെങ്കിൽ ആ വസ്തു ഭൂമിക്ക് വെളിയിൽ പോകത്തില്ല, അല്ലെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിന്, ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് വെളിയിൽ പോകത്തില്ല. അപ്പൊ അത് മോഷനെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തിയ ഒരു കൺക്ലൂഷനാണ്. ഏതൊരു വസ്തുവിനും ഭൂമിക്ക് വെളിയിൽ പോകണമെന്നും അതിന് എത്ര മാസ് കൂടിയ വസ്തുവാണെങ്കിലും എത്ര മാസ് കുറഞ്ഞ വസ്തുവാണെങ്കിലും ശരി 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഈ വസ്തു ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയം ഭേദിച്ച് വെളിയിൽ പോകത്തുള്ളൂ. വെറുതെ കല്ലെന്ന് എടുത്തെറിഞ്ഞാൽ ഭൂമിക്ക് വെളിയിൽ പോകത്തില്ല. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ അത് മോഷനെ കുറിച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, മോഷനെ കുറിച്ച്, ചലനത്തെ കുറിച്ച് നമ്മൾ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ എത്തിച്ചേർന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കൺക്ലൂഷൻ ആണത്. അപ്പൊ അത് പഠനം നടത്താതെ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ ഇവിടുന്ന് റോക്കറ്റ് വിക്ഷേപിക്കും, പോയതിനേക്കാൾ വേഗത്തിൽ അത് തിരിച്ചു വരും. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗത ഉണ്ടെങ്കിലേ അത് വെളിയിൽ പോകത്തുള്ളൂ. അത് പഠനങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തിച്ചേർന്ന ഒരു നിഗമനമാണ്. മോഷനെ കുറിച്ച് പഠിക്കും. അപ്പൊ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന വസ്തു അല്ലെങ്കിൽ ആ റോക്കറ്റ് ഭൂമിക്ക് വെളിയിൽ പോയി. ഇനി ചന്ദ്രനെ അതിങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ചന്ദ്രനെ വലം വെക്കണമെങ്കിൽ ഒരു മിനിമം വെലോസിറ്റി വേണം. നമ്മൾ അതിന് ഓർബിറ്റൽ വെലോസിറ്റി എന്നൊക്കെയാണ് വിളിക്കുന്നത്. നമ്മള് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു നല്ലൊരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. ആ ചാപ്റ്റർ വരുമ്പോഴത്തേക്ക് നമുക്ക് വിശദമായിട്ട് ഇതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അപ്പൊ ഇതെല്ലാം നടന്നത് മോഷനെ കുറിച്ച് പഠിച്ചത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ മോഷനെ കുറിച്ചുള്ള പഠനം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റെസ്റ്റിനെ കുറിച്ചുള്ള പഠനവും ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം വരാം, റെസ്റ്റിനെ കുറിച്ച് എന്താണ് ഇത്ര പഠിക്കാൻ കിടക്കുന്നത്? റെസ്റ്റിലുള്ള ഒബ്ജക്റ്റ് അത് അനങ്ങാതെ നിൽക്കുകയല്ലേ, അതിനെക്കുറിച്ച് എന്താണ് ഇത്ര പഠിക്കാനുള്ളത്? അതിനെക്കുറിച്ചും പഠിക്കണം. അതിനെക്കുറിച്ചും പഠിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബിൽഡിങ്സ്, റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമ്മൾ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ബ്രിഡ്ജസ് കൺസ്ട്രക്ട് ചെയ്യുന്നു, ടവറുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിനടുത്തൊക്കെ ചിലപ്പോ 10-15 നിലകളുള്ള ഫ്ളാറ്റുകൾ ഉണ്ടായിരിക്കാം. ആ ഫ്ളാറ്റൊക്കെ നേരം വെളുക്കുമ്പോൾ ഉടനെ ഇറങ്ങി ഓടുവല്ല, അതവര് റെസ്റ്റിലാണ്. നിങ്ങൾ ഡെയിലി സഞ്ചരിക്കുന്ന ഒരു പാലം, ഒരു ബ്രിഡ്ജ്, അത് കാറ് പോകുന്നതിന്റെ കൂട്ടത്തില് ബ്രിഡ്ജും അതിന്റെ കൂടെ പോവല്ല ചെയ്യുന്നത്, അത് റെസ്റ്റിലാണ്. അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെയൊക്കെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോ ഈ രണ്ടാളുകളെ കുറിച്ചുള്ള പഠനവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോഷനെ കുറിച്ചുള്ള പഠനം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആണ് റെസ്റ്റിനെ കുറിച്ചുള്ള പഠനവും. ഇപ്പൊ 15 നിലയുള്ള കെട്ടിടങ്ങളൊന്നും അല്ല, 100-110 നിലകളുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാതെ വെറുതെ അങ്ങ് കെട്ടിപ്പൊക്കാൻ പറ്റുമോ? കെട്ടിപ്പോയി കഴിഞ്ഞാൽ മേശ ഇറങ്ങി വരുന്നതിനേക്കാൾ മുമ്പ് ആ കട്ട എല്ലാം കൂടെ താഴെ എത്തും. പഠിക്കാതെ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ഈ രണ്ടാളുകളെ കുറിച്ചുള്ള പഠനവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നിത്യജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിസിക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റില് ഈ രണ്ടാളുകളെയും കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. മോഷനെയും റെസ്റ്റിനെയൊക്കെ കുറിച്ച് ഫിസിക്സിൽ പ്രതിപാദിക്കുന്ന ഈ ബ്രാഞ്ച് അറിയപ്പെടുന്ന പേരാണ് മെക്കാനിക്സ്. ആരെയൊക്കെ കുറിച്ച് പഠിക്കും? മോഷനിലുള്ള ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കും, റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കും, ഇതിനൊക്കെ കാരണമാകുന്ന ഫോഴ്സിനെ കുറിച്ചും പഠിക്കും.
ആരെയൊക്കെ കുറിച്ച് പഠിക്കും എന്ന് പറഞ്ഞത്? മോഷനിലുള്ള ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കും, റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കും, മോഷനും റെസ്റ്റിനും ഒക്കെ കാരണമാകുന്ന ഫോഴ്സിനെ കുറിച്ചും പഠിക്കും. ദാറ്റ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ഇസ് കോൾഡ് മെക്കാനിക്സ്. ഈ ഒബ്ജക്റ്റ് ഇപ്പൊ റെസ്റ്റിലാണെന്ന് പറയാൻ സാധിക്കുന്നു. എങ്ങനെ റെസ്റ്റിലായെന്ന് ചോദിച്ചാൽ ചുറ്റുപാടുകൾക്കും സമയത്തിനും അനുസരിച്ച് ഈ വസ്തുവിന്റെ സ്ഥാനത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ഇതിനെ എനിക്ക് മോഷനിലേക്ക് കൊണ്ടുവരാം. എങ്ങനെ? ഞാനൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഇത് മോഷനിലേക്ക് വന്നു. അപ്പൊ മെക്കാനിക്സ് എന്ന ഈ ബ്രാഞ്ചിൽ പഠിക്കുന്നത് മോഷനെ കുറിച്ചും റെസ്റ്റിനെ കുറിച്ചും കാരണമാകുന്ന ഫോഴ്സസിനെ കുറിച്ചുമാണ്. ഈ മെക്കാനിക്സ് എന്ന ബ്രാഞ്ചിനെ നമ്മൾ പ്രധാനമായിട്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തെ ആളുടെ പേര് ഇതാണ്, സ്റ്റാറ്റിക്സ്. രണ്ടാമത്തെ ആളുടെ പേര് കൈനമാറ്റിക്സ്. മൂന്നാമത്തെ ആളുടെ പേര് ഡൈനാമിക്സ്. മെക്കാനിക്സ് എന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചിൽ മോഷനെ കുറിച്ചും റെസ്റ്റിനെ കുറിച്ചും ഇതിനൊക്കെ കാരണമാകുന്ന ഫോഴ്സസിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. ഈ മെക്കാനിക്സ് എന്ന ബ്രാഞ്ചിനെ ഞാൻ പ്രധാനമായിട്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ ആളാണ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ റെസ്റ്റിലുള്ള ഒബ്ജക്റ്റിനെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ്. ഈ രണ്ടാളുകളും മോഷനെ കുറിച്ചുള്ള പഠനമാണ്. കൈനമാറ്റിക്സിനകത്തും ഡൈനാമിക്സിനകത്തും നമ്മൾ പഠിക്കുന്നത് മോഷനെ കുറിച്ചാണ്. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. കൈനമാറ്റിക്സിനകത്ത് നമ്മള് മോഷനെ കുറിച്ച് പഠിക്കും വിത്തൗട്ട് കൺസിഡറിങ്. സ്റ്റഡി ഓഫ് മോഷൻ തന്നെയാണ് സ്റ്റഡി ഓഫ് മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് the cause of motion. മോഷന് കാരണമാകുന്ന ബലങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ കാരണങ്ങളെ കുറിച്ച്, മോഷൻ സാധ്യമാക്കുന്ന കാരണങ്ങളെ കുറിച്ച് നമ്മൾ ഒന്നും സംസാരിക്കത്തില്ല. മോഷനെ കുറിച്ച് പറയും, ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസിനെ കുറിച്ച് പറയും, ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് പറയും, ആക്സിലറേഷനെ കുറിച്ച് പറയും, വെലോസിറ്റിയെ കുറിച്ച് പറയും, സ്പീഡിനെ കുറിച്ച് പറയും. പക്ഷേ ഇതിനൊക്കെ കാരണമാകുന്ന ആളെ കുറിച്ച് ഒരക്ഷരം മിണ്ടത്തില്ല. ദാറ്റ് ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ഇസ് കോൾഡ് കൈനമാറ്റിക്സ്. ഈ കൈനമാറ്റിക്സ് എന്ന വാക്കുണ്ടായത് കൈൻമ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് കൈനമാറ്റിക്സ് എന്ന വാക്കുണ്ടായത്. കൈൻമ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് കൈനമാറ്റിക്സ് എന്ന വാക്കുണ്ടായത്. കൈനമാറ്റിക്സ് എന്ന വാക്കുണ്ടായത്. കൈനമാറ്റിക്സ് സ്റ്റഡി ഓഫ് മോഷൻ ആണ് വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. അപ്പൊ അടുത്ത നിങ്ങൾക്ക് പറയാൻ സാധിക്കും എന്താണ് ഡൈനാമിക്സ്. ഡൈനാമിക്സ് എന്ന വാക്ക് ആദ്യം ഞാൻ പറയട്ടെ. ഡൈനാമിക്സ് എന്ന വാക്കുണ്ടായത് ഡൈനാമിക്സ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഡൈനാമിക്സ് എന്ന വാക്കുണ്ടായത്. ഈ കൈൻമ എന്ന വാക്കിന്റെ അർത്ഥം മോഷൻ എന്നാണ്. കൈൻമ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മോഷൻ എന്നാണ്. അപ്പൊ കൈൻമ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മോഷൻ എന്നാണ്. അവിടെ നിന്നാണ് കൈനമാറ്റിക്സ് എന്ന വാക്കുണ്ടായത്. ഡൈനാമിക്സ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം പവർ എന്നാണ്. പവർ എന്നാണ് അർത്ഥം. അപ്പൊ അവിടെ നിന്നാണ് ഡൈനാമിക്സ് എന്ന വാക്കുണ്ടായത്. അപ്പൊ ഇവിടെ പവർ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ മോഷനെ കുറിച്ച് പറയുമ്പോൾ മോഷന് കാരണമാകുന്ന ഫോഴ്സസിനെ കുറിച്ചും കൂടെ സംസാരിക്കും. അപ്പൊ മോഷന് കാരണമാകുന്ന ഫോഴ്സസിനെയും കുറിച്ച് സംസാരിക്കുമ്പോൾ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് അറിയപ്പെടുന്ന പേരാണ് ഡൈനാമിക്സ്. സോ ഒന്നുകൂടെ ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ് എന്ന ഒരു ബ്രാഞ്ചിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. മോഷനെ കുറിച്ചും റെസ്റ്റിനെ കുറിച്ചും കാരണമാകുന്ന ഫോഴ്സസിനെ കുറിച്ചും ഒക്കെയുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ്, അല്ലെങ്കിൽ ബ്രാഞ്ച് അറിയപ്പെടുന്ന പേരാണ് മെക്കാനിക്സ്. മെക്കാനിക്സ് എന്ന ബ്രാഞ്ചിൽ നമ്മൾ ഇവരെ 3 പേരെയും കുറിച്ചാണ് പഠിക്കുന്നത്. ഇതിനെ ഞാൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സ്റ്റാറ്റിക്സ്, കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഒബ്ജക്ട് അറ്റ് റെസ്റ്റ്. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ഒബ്ജക്ട് ഇൻ മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. ഇനി മോഷന് കാരണമാകുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ മോഷൻ സാധ്യമാക്കുന്ന കാരണങ്ങളെയും കൂടെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ മോഷന് കാരണമാകുന്ന മോഷൻ സാധ്യമാക്കുന്ന കാരണങ്ങളെയും കൂടെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ
That branch is called dynamics. Okay, നമ്മൾ അടുത്ത് വരുന്നത് മോഷൻ റിലേറ്റ്. ഞാനൊരു ഹെഡിങ് എഴുതി വെച്ചിട്ടുണ്ട്, റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ റെസ്റ്റിനെയും മോഷനെയും ഡിഫൈൻ ചെയ്തു. റെസ്റ്റിനെയും ഡിഫൈൻ ചെയ്തു, മോഷനെയും ഡിഫൈൻ ചെയ്തു. എങ്ങനെയായിരുന്നു ഞാൻ മോഷനെ ഡിഫൈൻ ചെയ്തത്? If an object changes its position with respect to its surroundings with the passage of time, then the object is said to be in motion. If an object changes its position with respect to its surroundings with the passage of time, then the object is said to be in motion. If an object does not change its position with respect to its surroundings with the passage of time, then the object is said to be at rest. അപ്പൊ അവിടെ രണ്ടിടത്തും ഞാൻ ഉപയോഗിച്ച ഒരു ടേം വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. മോഷന്റെ കാര്യം പറഞ്ഞപ്പോഴും റെസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ ആ വാക്ക് അവിടെ ഉപയോഗിച്ചു. വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ് എന്നൊരു വാക്ക് ഉപയോഗിച്ചു. അതിന്റെ അർത്ഥം ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയണമെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറയണമെങ്കിൽ മറ്റാളുകളെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ ഞാൻ സറൗണ്ടിങ്സിനെ ബേസ് ചെയ്താണ് സംസാരിച്ചത്. സറൗണ്ടിങ്സിനെ ബേസ് ചെയ്ത് നോക്കിയപ്പോൾ സ്ഥാനത്തിൽ മാറ്റം സംഭവിച്ചാൽ ഒബ്ജക്റ്റ് മോഷനിലാണ്. സറൗണ്ടിങ്സിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ സ്ഥാനത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലായിരിക്കും. അപ്പൊ അവിടെ സറൗണ്ടിങ്സിനെ ബേസ് ചെയ്താ സംസാരിച്ചത്. അപ്പോ ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റൊരാളുമായി റിലേറ്റ് ചെയ്താണ് നമ്മൾ ആ മോഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റൊരാളുമായി റിലേറ്റ് ചെയ്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മോഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. മോഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. നമ്മള് 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ നിങ്ങൾ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ നിങ്ങൾ കണ്ട ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു പശുവിന്റെ പുറത്ത് ഒരു കാക്ക ഇരിക്കുന്നു. ഒരു പശുവിന്റെ പുറത്ത് ഒരു കാക്ക ഇരിക്കുന്നു. ഈ പശു ഇങ്ങനെ പുല്ല് തിന്നുകൊണ്ട് നടക്കുകയാണ്. പശുവിന്റെ പുറത്ത് ഒരു കാക്ക ഇരിക്കുന്നു. നിങ്ങൾ നോക്കിയപ്പോൾ, നിങ്ങൾ പറമ്പിലേക്ക് നോക്കിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഒരു പശുവിന്റെ പുറത്ത് കാക്ക ഇരിക്കുന്നു, പശു പുല്ല് തിന്നുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ക്രോ എന്ന് പറയുന്ന ആളെ നമ്മള് കാക്കയുടെ കാര്യമാണ് കൺസിഡർ ചെയ്യുന്നത്. ക്രോ, കാക്കയ്ക്ക് ചലനമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു. കാക്കയ്ക്ക് ചലനമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. ആരുടെ? കാക്കയുടെ സറൗണ്ടിങ്സിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാക്കയുടെ സ്ഥാനം മാറുന്നുണ്ട്. അതുകൊണ്ട് കാക്കയ്ക്ക് മോഷൻ ഉണ്ട്, ചലനമുണ്ട് എന്ന് പറയാൻ സാധിക്കും. ഇനി കാക്ക പശുവിന്റെ പുറത്തിരിക്കുകയാണ്, പശുവാണ് നടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും പറയാം വിത്ത് റെസ്പെക്ട് ടു ദി കൗ ദ ക്രോ ഈസ് അറ്റ് റെസ്റ്റ്. രണ്ടും അവിടെ പറയാൻ സാധിക്കും. വിത്ത് റെസ്പെക്ട് ടു ദി സറൗണ്ടിങ്സ്, വിത്ത് റെസ്പെക്ട് ടു ദി സറൗണ്ടിങ്സ് ദ ക്രോ ഈസ് ഇൻ മോഷൻ. ബിക്കോസ് പശു ചലിക്കുന്നതനുസരിച്ച്, പശു മൂവ് ചെയ്യുന്നതനുസരിച്ച് കാക്കയുടെ സ്ഥാനവും മാറുന്നുണ്ട്. അതിന്റെ സറൗണ്ടിങ്സിനെ ബേസ് ചെയ്ത് നോക്കിയപ്പോൾ കാക്കയുടെ സ്ഥാനവും മാറുന്നുണ്ട്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ദി സറൗണ്ടിങ്സ് ദ ക്രോ ഈസ് ഇൻ മോഷൻ. വിത്ത് റെസ്പെക്ട് ടു ദി കൗ ദ ക്രോ ഈസ് അറ്റ് റെസ്റ്റ്. അപ്പൊ അവിടെ റിലേറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ മോഷനിലും റെസ്റ്റിലും മാറ്റം വന്നു. ഒരു സന്ദർഭത്തിൽ നമ്മൾ മോഷനിലാണ് എന്ന് പറഞ്ഞ ആളെ മറ്റൊരാളെ ബേസ് ചെയ്ത് നോക്കിയപ്പോൾ റെസ്റ്റിലാണ് എന്ന് കണ്ടു. ആദ്യം പറഞ്ഞു വിത്ത് റെസ്പെക്ട് ടു ദി സറൗണ്ടിങ്സ് ദ ക്രോ ഈസ് ഇൻ മോഷൻ. അപ്പൊ സറൗണ്ടിങ്സിനെ ബേസ് ചെയ്തപ്പോൾ കാക്കയ്ക്ക് ചലനമുണ്ട്. ബട്ട് വിത്ത് റെസ്പെക്ട് ടു ദി കൗ ദ ക്രോ ഈസ് അറ്റ് റെസ്റ്റ്. അപ്പൊ അവിടെ നമ്മൾ ആരെയാണോ ബേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരുമായിട്ടാണോ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ റിലേറ്റ് ചെയ്യുന്ന ആൾക്കനുസരിച്ച് മോഷനിലും റെസ്റ്റിലും ഒക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക മോഷൻ ഈസ് റിലേറ്റീവ്. മോഷൻ എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ നിങ്ങളോട് ചോദിക്കാം, എന്റെ കയ്യിലിരിക്കുന്ന പേന, ഈ പേന എന്ന് പറയുന്നത്
റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് ചോദിക്കുന്നു. റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും സാറേ ഇത് റെസ്റ്റിലാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താ? അപ്പൊ നിങ്ങൾ പറയും സാറേ അത് സറൗണ്ടിങ്സിനെ ബേസ് ചെയ്ത് നോക്കിയപ്പോൾ പേനയുടെ സ്ഥാനത്തിൽ മാറ്റം സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് പേന റെസ്റ്റിലാണ്. ഞാനും സമ്മതിച്ചു. വിത്ത് റെസ്പെക്ട് ടു ദി സറൗണ്ടിങ്സ് പെൻ ഈസ് അറ്റ് റെസ്റ്റ്. പേന റെസ്റ്റിലാണ്. ഞാനും സമ്മതിച്ചു. നമ്മളെല്ലാം ഭൂമിയിൽ നിന്ന് നോക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചത്. ഞാനും നിങ്ങളും എല്ലാം ഭൂമിയിൽ നിന്നാണ്. ഇപ്പൊ നമ്മള് ഒരു ലൈവ് മീൻസ് നമ്മള് ഓഫ്ലൈൻ ക്ലാസ്സിലാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നു, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കുക പേന റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറയാ സാറേ പേന റെസ്റ്റിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു സാറേ ഇതിന്റെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ച് നോക്കിയപ്പോൾ പേനയുടെ സ്ഥാനത്തിൽ മാറ്റം സംഭവിച്ചില്ല, അതുകൊണ്ട് പേന റെസ്റ്റിലാണ്. ഓക്കെ, ഞാനും സംഭവിച്ചു. നമ്മളെല്ലാം ഭൂമിയിൽ ഇരുന്ന് നോക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് വരേണ്ടി വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൻസറിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നത്. എന്നാൽ ഞാൻ പറയുകയാണ്, ഭൂമിക്ക് വെളിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഭൂമിക്ക് വെളിയിൽ നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്യുകയാണ്. അതായത് ഇത് ഭൂമിയാണ്, ഭൂമിയിൽ ഞാൻ നിൽക്കുന്നു, എന്റെ കയ്യിൽ ഒരു പേനയൊക്കെ ഉണ്ട്, ഒരു പേനയൊക്കെ പിടിച്ചോണ്ട് ഞാൻ നിൽക്കുകയാണ്. നിങ്ങൾ ചന്ദ്രനിൽ നിന്നുകൊണ്ടാണ് എന്നെ നോക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ ഭൂമിയിലല്ല, നിങ്ങൾ അവിടെ നിൽക്കുന്നു പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രനിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ എന്നെ നോക്കുന്നത്. ചന്ദ്രനിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കാണാനൊന്നും പറ്റത്തില്ല. ഞാനൊരു സിറ്റുവേഷൻ പറയാം. അപ്പൊ ചന്ദ്രനിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് വിചാരിക്കുക. എന്നെ നിങ്ങൾ നോക്കുന്നത് ചന്ദ്രനിൽ നിന്നുകൊണ്ടാണെന്ന് വിചാരിക്കുക. ചന്ദ്രനിൽ നിന്നുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോഴേ ശ്രദ്ധിക്കണം, ഇവിടെ സൂര്യനുണ്ട്. ഭൂമി എന്ന് പറയുന്ന ആള് സൂര്യനെ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി എന്ന് പറയുന്ന ആള് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചന്ദ്രനെ നോക്കിയപ്പോഴേ ഭൂമി ചലിക്കുന്നുണ്ട്. ഭൂമി ചലിക്കുകയാണെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന ഞാനും ചലിക്കുന്നുണ്ട്. ഞാൻ ചലിക്കുകയാണെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന പേനയും എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വേറൊരു പ്ലാനറ്റിൽ നിന്ന് നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭൂമിക്ക് വെളിയിൽ ഇറങ്ങി നിന്ന് നിങ്ങൾ നോക്കിയാണ്, ഈ പേന എന്ന് പറയുന്നത് മോഷനിലാവും. എങ്ങനെ മോഷനിലായി? ഭൂമിക്ക് വെളിയിൽ നോക്കിയപ്പോൾ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭൂമി സൂര്യനെ വലം വെക്കുമ്പോൾ ഭൂമി ചലിക്കുകയാണെങ്കിൽ ഭൂമിക്ക് മുകളിലിരിക്കുന്ന ഞാനും ചലിക്കുന്നുണ്ട്. എപ്രകാരമാണോ പശുവിന് പുറത്തിരുന്ന കാക്ക ചലിച്ചത്, അതുപോലെ ഭൂമിക്ക് മുകളിലിരിക്കുന്ന ഞാനും എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. ഞാൻ ചലിക്കുന്നുണ്ടെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന പേനയും എന്ത് ചെയ്യുന്നുണ്ട്? ചലിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ആ മോഷനെ, ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെയും റെസ്റ്റിനെയും ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ബേസ് ചെയ്യുന്ന ആളുകൾ മാറുമ്പോൾ ഒബ്ജക്റ്റിന്റെ മോഷനിലും റെസ്റ്റിലും ഒക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. റെസ്റ്റിലാണ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ചിലപ്പോൾ മോഷനിലേക്ക് വരും. ഒരു ഒബ്ജക്റ്റിന്റെ മോഷനും അതുപോലെ തന്നെ റെസ്റ്റും നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റാളുകൾ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മോഷന് അതുപോലെ തന്നെ റെസ്റ്റിനെയും കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റാളുകളെ റിലേറ്റ് ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടേം റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഒരു കാറ് 40 km/h എന്ന വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു കാറ് 40 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട്, വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട്, വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് അതിന്റെ സ്പീഡാണ് 40 km/h. അപ്പൊ അവിടെയും പറയുമ്പോൾ ഗ്രൗണ്ട് റെസ്റ്റിലാണ്, അതിന് മുകളിലൂടെയാണ് കാർ സഞ്ചരിക്കുന്നത്. സോ വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് ദ സ്പീഡ് ഓഫ് കാർ ഈസ് 40 km/h. 40 km/h. അപ്പൊ ഒന്നും പറഞ്ഞില്ല, ആരെയും ഒന്നും നമ്മൾ പറയാണ് വിത്ത് റെസ്പെക്ട് ടു മൂൺ എന്നോ വിത്ത് റെസ്പെക്ട് ടു സംതിങ് എൽസ് ഒന്നും പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ചോണം,
ഈ പറയുന്ന 40 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് ഗ്രൗണ്ടിനെ ബേസ് ചെയ്താണ് പറയുന്നത്. അപ്പൊ ഒരു കാറിന്റെ വേഗത 40 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദി ഗ്രൗണ്ട് the speed of car or the velocity of car is 40 kilometer per hour. Okay, നമ്മൾ